ഇന്ന് ജസ്പറിനെ സ്കൂളിൽ വിട്ട ശേഷം ഞാനും ഹനാനയും കൂടെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ജസ്പറിന് ഒരു സ്കൂൾ കാർഡിഗൻ, പിന്നെ ഹെയർ ബാൻഡ്സ്, യൂണിഫോം സോക്സ്, പിന്നെ ഒരു റെയിൻ ജാക്കറ്റ്. ഇതാണ് കേട്ടോ ലിസ്റ്റിലുള്ള സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ടോർക്കിയിലിറങ്ങി. ഫസ്റ്റ് ഷോപ്പ് സേവേഴ്സ് ആണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ഡെയിലി നെസസിറ്റീസ് വാങ്ങിച്ചു. അതായത് മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്, ടൂത്ത് പേസ്റ്റ്, ബോഡി സ്പ്രേ. പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരേ ഒരു സാധനം അവിടുന്ന് കിട്ടിയത് ഹെയർ ക്ലിപ്സ് ആണ് കേട്ടോ. സോ അതൊക്കെയാണ് സേവേഴ്സ് എന്ന് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പ്രൈമാർക്കിലേക്കാണ് കേട്ടോ. പ്രൈമാർക്കിൽ പോകാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. കാരണം അവിടെ ചെന്ന് കയറിയാൽ പിന്നെ ഞാൻ CID മൂസയിലെ ബിന്ദുപ്പണിക്കരാകും. എനിക്ക് അവിടെ കാണുന്നതെല്ലാം എൻ്റെ അത്യാവശ്യ സാധനങ്ങളായിട്ടും തോന്നും. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. പ്രത്യേകിച്ച് കിഡ് സെക്ഷനിലെത്തിയാൽ പിന്നെ എനിക്ക് സ്ഥലകാല ബോധം പോലും ഉണ്ടാവാറില്ല. സമ്മർ കളക്ഷനൊക്കെ മാറി ഓട്ടം വിൻ്റർ കളക്ഷനിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പ്രൈമാർക്ക് ഇപ്പോൾ. അങ്ങനെ ഞാൻ ജസ്പറിനും ഹനാനിക്കും ഒരു ഷൂ, ലെഗിൻസ്, പിന്നെ എൽസയാണ് കേട്ടോ. എൽസ ആൻഡ് അന്ന ഡിസ്നി വേൾഡിൽ അതാണ് കേട്ടോ ഇപ്പം ജസ്പറിൻ്റെ ഫേവറേറ്റ്. സോ എൽസ പൈജാമ കണ്ടപ്പോൾ എനിക്കെന്തോ ജസ്പറിന് അത് വാങ്ങാൻ വേണ്ടി തോന്നി. പക്ഷേ ഞാൻ 3-4 പ്രാവശ്യം ഞാൻ ചിന്തിച്ച് വാങ്ങണോ വേണ്ടിയോന്ന്. പിന്നെ അവസാനം ഞാനതെടുത്തു. പിന്നെ ഞാൻ ജസ്പറിന് ഈ വീക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. ജസ്പറിന് വാങ്ങിച്ചപ്പോൾ സെയിം ഡ്രസ്സ് തന്നെ ഹനാനിക്കും വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മൾ മെൻ സെക്ഷനിൽ കയറി. അവിടെ ടെറൻസിന് ഇടാൻ വേണ്ടി കുറച്ച് 2 ടീഷർട്ടും ഒരു ട്രാക്ക് പാൻറ്റും വാങ്ങിച്ചു. അവൻ ബ്ലാക്ക് ആണ് കേട്ടോ, അവന് യൂണിഫോം ആയിട്ട് ഇടേണ്ടത്. ബ്ലാക്ക് എന്ത് വേണമെങ്കിലും ഇടാം അങ്ങനെ. പിന്നെ എല്ലാവർക്കും വാങ്ങിയ സ്ഥിതിക്ക് എനിക്ക് മാത്രം വാങ്ങിയില്ലേ, പിന്നെ ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരു ക്രൂരതയാണല്ലോ അത്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എനിക്കും വാങ്ങിച്ചു ഒരു ലെഗിൻസ്, ഒരു ടീഷർട്ട്, പിന്നെ ഒരു റെയിൻ കോട്ട്. അങ്ങനെ വാങ്ങാൻ വന്ന സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം വാങ്ങി. ഞാൻ ബില്ല് സെക്ഷനിലെത്തി. ബില്ല് കണ്ട് കുറ്റബോധം വന്നെങ്കിലും അത് മാറ്റാൻ വേണ്ടി ഞാൻ ടെറൻസിനെ വിളിച്ചു. അങ്ങനെ എൻ്റെ വിഷമങ്ങളെല്ലാം അവനോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടി. അപ്പം പിന്നെ ഇനി ഇടത്തും വലത്തും നോക്കാതെ നേരെ ബസ് പിടിച്ച് വീട്ടിൽ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഞങ്ങൾ മെല്ലെ ബസ്സൊക്കെ പിടിച്ച് വീട്ടിൽ പോന്നു.